ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്യാം പറയുന്നുണ്ട് ഇങ്ങനെ കടലമാവ് തേച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ ഈ ടിപ്പ് എനിക്ക് അഞ്ജലി ചേച്ചി പറഞ്ഞു തന്നിരുന്നു. അഞ്ജലി ചേച്ചിയോ? ഞാൻ പറഞ്ഞു തന്നില്ല, അശ്വിൻ്റെ ആ ചേച്ചിയാ, നല്ല ചേച്ചിയാ എന്നൊക്കെ ശ്രുതി പറയുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രീതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ആ സാരി നോക്കി ഇങ്ങനെ കണ്ണ് നട്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് അഞ്ജലീനെയാണ്. അഞ്ജലി ഭയങ്കര അഞ്ജലിയുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ അമ്പലത്തിൽ പോകുമ്പോൾ റെഡി ആവണില്ലെന്ന് ചോദിക്കുമ്പോൾ റെഡിയാവും മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് വാദിക്കനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, എൻ്റെ ബേബി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല, നിനക്ക് കിട്ടേണ്ട സാധനം ഇന്ന് എന്തായാലും വരും. നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എപ്പോഴും നിനക്ക് അയക്കുന്നതല്ലേ, അതെന്തായാലും വരും, നീ ടെൻഷനാവല്ലേ, വരും ബേബി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട, അതേ മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, അതെന്തായാലും ഇന്ന് തന്നെ നിനക്ക് കിട്ടും, അതോർത്ത് നീ വിഷമിക്കുമൊന്നും വേണ്ട എന്ന് പറയുവാണ്. എന്നാലും ഇത്രയോ നേരം ആയാലും അമ്മയെന്നൊക്കെ പറയുമ്പോൾ നീ വിഷമിക്കേണ്ട, വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്യാമ പ്രീതിയെടുത്തും അതുപോലെ തന്നെ ശ്രുതിയെടുത്തും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പ് മുറിക്കാൻ വേണ്ടി രാവിലെ പോയി അമ്പലത്തിൽ തന്നെയാണ് പോകാൻ തീരുമാനിച്ചേക്കണത്? അതേ ശ്യാം സർ എന്ന് ശ്രുതി പറയുമ്പോൾ, ആ അമ്പലത്തിൽ പോകേണ്ട കേട്ടോ, അതെന്ത് പറ്റിയെന്ന് പറയുമ്പോൾ അവിടുന്ന് ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ പോകുന്ന വഴിയൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അവിടെ പോയാൽ ശരിയാവില്ല. ഇവിടെ തൊട്ടടുത്ത് വേറൊരു ശിവക്ഷേത്രം ഉണ്ടല്ലോ, ഭഗവാൻ എല്ലായിടത്തും ഇരിക്കണത് ഒന്ന് തന്നെയല്ലേ, ഇവിടെ പോയിട്ട് നോമ്പ് മുറിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, ശ്യാമവും പറയണതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതെ, ഇന്നാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. ശ്യാമോൻ എവിടെ പോവാ എന്ന് അമ്മായി ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകണം, എന്തായാലും ഇവിടുത്തെ അമ്പലത്തിൽ പോട്ടെ എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, എങ്കിൽ ഇവിടുത്തെ അമ്പലത്തിൽ പോയിക്കും മക്കളെ എന്നിങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് നല്ലത്, നിങ്ങളിവിടെ അമ്പലത്തിൽ പോയിട്ട് നോമ്പ് മുറിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പ്രീതിക്ക് ചെറിയ ഇഷ്ടക്കുറവ് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആകാശിനെ കാണാൻ പറ്റില്ലല്ലോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ അഞ്ജലിനെയാണ്. അഞ്ജലിനെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, എൻ്റെ അഞ്ജലി ബേബി, ആ ഗിഫ്റ്റ് നിനക്ക് കിട്ടാനുള്ള ഗിഫ്റ്റ് വരും, അല്ലെങ്കിൽ നീ ഒരുപാട് ഭാഗ്യം ചെയ്താണ് അഞ്ജലി ബേബി. എല്ലാ തിരുവാതിരക്കും നിനക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് വരാറുണ്ടല്ലോ, അതിനും വേണൊരു ഭാഗ്യം. എനിക്കും ഉണ്ട് ഭർത്താവും വീട്ടുകാരൊക്കെ എന്നിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എടി മനോരമേ, നീ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി, നിനക്ക് ഞാനിപ്പോഴും ഗിഫ്റ്റ് തരാറുള്ളതല്ലേ ഡി തിരുവാതിരക്ക് എന്ന്, ഈ പ്രാവശ്യം ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് എടുത്ത് മനോരമയുടെ കൈ കൊടുക്കുകയാണ്. അയ്യോ എൻ്റെ പുന്നാര അമ്മ, എനിക്കറിയായിരുന്നു അമ്മ എന്തായാലും എനിക്ക് ഗിഫ്റ്റ് തരുമെന്ന്, സ്വർണം പൂശിയ അമ്മ, സ്വർണ്ണ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഗിഫ്റ്റ് പൊളിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിലൊരു ഗോൾഡ് മാലയും സാരിയുമായിട്ട്, നല്ല ഡിസൈനാണല്ലോ അമ്മ ഗോൾഡ് മാലയ്ക്ക്, സാരിക്ക് അടിപൊളി കളറാണല്ലോ, നല്ല അടിപൊളി സാരി, നോക്കിക്കേ ബേബി സൂപ്പറായിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അഞ്ജലിയുടെ മേത്ത് വെച്ച് നോക്കുന്നുണ്ട്, അഞ്ജലി നിന്നെക്കാളും ചെയ്യേണ്ടത് ഈ സാരി എനിക്കാ. അതിനുശേഷം അശ്വിൻ വരുവാട്ടോ. അശ്വിൻ വന്നിട്ട് വരുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, അശ്വിൻ അമ്പലത്തിൽ പോകാൻ റെഡിയാവാൻ വേണ്ടി പോകുവാണ്, മൈലാഞ്ചി കൂടി ഇടാനുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് അഞ്ജലി പറയുന്നുണ്ട്. ശരി ചേച്ചി, ഞാനും കൂടി വരാമെന്ന് അശ്വിൻ പറയാണ്. അതിനുശേഷം നമ്മുടെ പ്രീതിയും അതുപോലെ തന്നെ ശ്രുതിയൊക്കെ നല്ല അണിഞ്ഞൊരുക്കി വരണ കാണുമ്പം അമ്മായി പറയേണ്ട, ഹായ് എൻ്റെ സുന്ദരി മണികൾ, ഒന്നുകൂടി സുന്ദരിയെ, എൻ്റെ കണ്ണ് തന്നെ പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞൊക്കെ ഇടുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കണോ, ഓട്ടോയിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മായി, ഓട്ടോ തന്നെ പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട് രണ്ടുപേരും. എന്തായാലും അമ്മായി പറഞ്ഞ പോലെ തന്നെ പോകാം എന്നിങ്ങനെ പറയുന്ന സമയത്ത് അവിടേക്ക് ശ്യാം വരുവാണ് ഫോൺ വിളിച്ചുകൊണ്ട്. അതെ ഇന്ന് തന്നെ കൊറിയർ എത്തിക്കണം, അതിന് വേണ്ടിയിട്ടാണല്ലോ സ്പീഡ് പോസ്റ്റ് ചെയ്തത്, ഇന്ന് തന്നെ എത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് നോക്കുമ്പോഴാണ് ശ്യാം കാണുന്നത് ശ്രുതിയും പ്രീതിയൊക്കെ നല്ല സുന്ദരികളായിട്ട് ഇരിക്കുന്നുണ്ട്. ശ്യാം എന്തോ ഒളിക്കണത് പോലെ അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്യാം അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം ശ്യാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന അഞ്ജലിനെയാണ്. അഞ്ജലി സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കണ കാണുമ്പോഴേക്കും നമ്മുടെ മനോരമ വരുന്നുണ്ട്. ആഹാ, ദേ മോളെ കൊറിയർ വന്നിട്ടുണ്ട്, മോൾക്കുള്ള ഗിഫ്റ്റ് ആയിരിക്കും എന്ന് പറയുകയാണ്. അഞ്ജലി മാഡം അതെ എന്ന് പറഞ്ഞിട്ട് കൊറിയർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സന്തോഷത്തോടു കൂടി ആ കൊറിയർ വാങ്ങിക്കുവാണ് നമ്മുടെ അഞ്ജലി കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഹാവു സമാധാനമായല്ലോ, ഇപ്പോഴാണ് എൻ്റെ മോളുടെ മുഖത്ത് സൂര്യൻ ഉദിച്ചത് എന്ന് മനോരമ പറയാണ്. തുറന്ന് നോക്കും മോളെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലി തുറന്ന് നോക്കുമ്പോൾ അതിലൊരു ജ്വല്ലറിയുടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ അഞ്ജലി എടുത്ത് പറഞ്ഞിട്ട് തുറന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോഴേക്കും അതിലൊരു കൈ ചെയിനാണ് കേട്ടോ. ആഹാ, അഞ്ജലി മോളെ കോളടിച്ചല്ലോ, നല്ല അടിപൊളി ഡിസൈനിലുള്ള കൈ ചെയിൻ. എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ഭർത്താവുണ്ടല്ലോ, അതായത് എൻ്റെ മരുമകൻ, അവനെ നല്ല ഡിസൈൻ നോക്കി സെലക്ട് ചെയ്യാൻ അറിയാം, അതുകൊണ്ടാണല്ലോ സുന്ദരിയായിട്ടുള്ള ഈ അഞ്ജലിനെ തന്നെ അവൻ സെലക്ട് ചെയ്തത്. ഇപ്പോൾ കൈ ചെയിനും നല്ല ഭംഗിയുള്ള കൈ ചെയിൻ തന്നെ നിനക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയേണ്ടത്, അതെ ഇത് ഏട്ടൻ തന്നെ സെലക്ട് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി നെഞ്ചോട് ചേർത്ത് വെക്കുവാട്ടോ ആ ഗിഫ്റ്റ്. അതിനുശേഷം നമ്മുടെ ശ്രുതിനെ കാണുമ്പോൾ ഫ്ലാറ്റായി നിൽക്കണ നമ്മുടെ ഷ്യാമിനെയാണ് കാണിക്കുന്നത്. ഷ്യാം ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കേണ്ടത് എന്താ ശ്യാം സാറേ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും പ്രീതി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ഷ്യാമിൻ്റെ കയ്യിൽ നിന്ന് ആ സാരി നിലത്തേക്ക് വീഴുക. ആഹാ, ഇത് കൊള്ളാലോ, സാരിയാണല്ലോ, നല്ല ഉഗ്രൻ സാരി, ഇത് ആർക്കുള്ളതാണ് ശ്യാം സാറേ എന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും ശ്യാം പറയേണ്ടത് അത് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവൻ തന്നയച്ചതാണ്. എന്തൊക്കെയാണ് ശ്യാം സാറേ പറയണത്? അതേന്നേ അമ്മ, ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന്, അപ്പോൾ അവൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൻ കൊടുത്തയച്ചതാണ്, കൊടുക്കണമെന്ന് പറഞ്ഞിട്ടേ. ആ ശരി ശരി എന്ന് പറയാണ്. അല്ല, നിങ്ങൾ ഇറങ്ങാൻ പോകുവാണോ? അതെ. ആ അമ്പലത്തിനല്ലേ, ഞാൻ പറഞ്ഞ അമ്പലത്തിലല്ലേ പോകാൻ പോകുന്നത്? അതെ. ഞാനെന്തായാലും നിങ്ങളെന്തായാലും പോയിക്കോ, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറയാണ് ശ്യാം. അതിനുശേഷം ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ സുന്ദരി ശ്രുതിനെ കാണാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ വരും എന്ന് പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം ശ്യാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് ശ്രുതി ചോദിക്കേണ്ടത് എന്ത് പറ്റി ശ്യാം സാറേ? ഒന്നുമില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്യാമിൻ്റെ പോക്കും ആ ഒരു വെപ്രാളമൊക്കെ കാണുമ്പോൾ ശ്രുതിയും പ്രീതിയും ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനോരമയുടെ കയ്യിലാണ് കേട്ടോ ആദ്യം മൈലാഞ്ചി ഇടുന്നത്. അതിനുശേഷം മനോരമ പറയുന്നുണ്ട്, ദേ മോളെ അഞ്ജലി നോക്കിക്കേ, ഈ മൈലാഞ്ചി ചുമക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അമ്മായിമ്മമാരുടെ മനസ്സ് നന്നായാലേ മരുമകൾക്ക് കിട്ടുന്ന മൈലാഞ്ചി ചുവക്കുമെന്നാണ് പറയണത്. ഞാൻ നോക്കട്ടെ ചുവക്കുമെന്ന്. എന്തായാലും അഞ്ജലി അവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം അഞ്ജലിയുടെ കയ്യിലേക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്, വേറെ ഡിസൈൻ ഇട്ട് ചേച്ചി. ഇട്ടോളൂ എന്ന് അഞ്ജലി പറയുവാണ്. അങ്ങനെ അഞ്ജലിയുടെ കയ്യിൽ വേറൊരു നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇടുക കേട്ടോ. ആ സമയത്ത് ആകാശ് വരുന്നുണ്ട്. ആഹാ ചേച്ചി മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞല്ലോ. ചേച്ചി സത്യം പറയല, ചേച്ചിനെ ഈ സാരി കാണാൻ സുന്ദരിയായിട്ടുണ്ട്. എടാ വേണ്ട കേട്ടോ, സത്യമാണ് ചേച്ചി പറയണത്. ഇന്ന് ഏട്ടൻ തല കറങ്ങി വീഴും, അത്ര സുന്ദരിയായിട്ടുണ്ട് ചേച്ചിനെ കാണാനായിട്ട് എന്ന് പറയാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ എന്തിനാ ഇങ്ങനെ സുന്ദരനെ പോലെ വേഷിട്ട് വന്നേക്കണമെന്ന് എനിക്കറിയാം. അമ്പലത്തിൽ നിൻ്റെ സുന്ദരി വരും, അതുകൊണ്ടിട്ടല്ലേ. ചേച്ചി എന്തൊക്കെയാണ് പറയണത്? എടാ ആകാശം, നീ എന്നോട് കളിക്കല്ലേ, നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയ ചേച്ചിയാന്ന്. നിൻ്റെ മനസ്സൊക്കെ എവിടെയെങ്കിലും പാഞ്ഞു പോയിക്കനെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സുന്ദരിനെ കാണാനായിട്ടല്ലേടാ എന്ന് പറയുമ്പോൾ ആകാശം ചിരിക്കുകയാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇതുമായിട്ട് മനോരമ വരുന്നുണ്ട്. സുന്ദരിയോ? ഏത് സുന്ദരി? എടാ മോനെ, നീ ഏതെങ്കിലും വലയിൽ പോയി പെട്ടോടാ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും പെടല്ലേ കേട്ടോ, നിനക്കേ നല്ലൊരു സുന്ദരി പെണ്ണ്, രാജകുമാരനെ പോലെ ഒരുപാട് പണവും സ്വത്തുക്കുള്ള പെണ്ണ് വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വേറൊരു വലയിലും എൻ്റെ മോൻ വീടരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ആകാശം അതുപോലെ തന്നെ അഞ്ജലിയും കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ അമ്മയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ട് ആകാശം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കണ്ട, കേട്ടോട് ആകാശം എന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ മോളെ, ദേ എൻ്റെ കയ്യിൽ ചുവക്കാൻ തുടങ്ങി കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനോരമ കാണിക്കട്ടെ. അപ്പം നിൻ്റെ മുത്തശ്ശിക്ക് എന്നോട് സ്നേഹമുണ്ട്. അതേടാ നോക്കിയ അശ്വിനി, കുഞ്ഞാ നോക്കടാ, ചുവന്ന് തുടങ്ങി, മുത്തശ്ശിക്ക് സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോരമ അങ്ങോട്ടേക്ക് പോകുവാണ്. അതിനുശേഷം നമ്മുടെ അശ്വിൻ വരുമ്പോഴേക്കും കുഞ്ഞ പോവാം നമുക്ക് എന്ന് പറയുമ്പോഴേക്കും ചേച്ചിക്ക് എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞൂടാ, നമുക്കിനി ഇറങ്ങിയാൽ മാത്രം മതി എന്ന് അഞ്ജലി പറയുവാണ്. അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ലാവണ്യ വ്രതം എടുക്കുന്നത്, അതുകൊണ്ട് നീ അമ്പലത്തിൽ വരാൻ തീരുമാനിച്ചത് വളരെ നന്നായെന്ന് പറയുമ്പോൾ ഞാൻ ആ ലാവണ്യക്ക് വേണ്ടിയില്ല, ചേച്ചിക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ വരുന്നത് എന്ന് അശ്വിൻ പറയാണ്. അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും ലാവണ്യ ഇന്ന് വ്രതമൊക്കെ നോറ്റ് വരുവാണ്, അതുകൊണ്ട് വ്രതം മുറിക്കാനായിട്ട് നീ തന്നെ ഒരു ഗ്ലാസ് വെള്ളം അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കണം. ആ വെള്ളം കുടിച്ച് വേണം അവൾക്ക് വ്രതം മുറിക്കാനായിട്ട്. ചേച്ചി പറഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാടാ കുഞ്ഞ എന്ന് അഞ്ജലി പറഞ്ഞെടുത്താണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.